സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. അവർക്കൊരു ലൈഫ് ഉള്ളതാണ്. അത് നമുക്ക് ഒട്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കൽ നമ്മുടെ അനുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു. അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ഫാമിലി റൗണ്ട് നടക്കുവാണ്. അനുമോളുടെ കുടുംബം ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവർ പുറത്തിറങ്ങി എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ കുടുംബം എല്ലാവരുമാണ് മീഡിയസുകാരെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. അതായത് അനീഷിൻ്റെ ആർമി അനുമോളെ വല്ലാണ്ട് ഡീഗ്രേഡ് ചെയ്യുന്നു. അതുമാത്രമല്ല അനീഷിൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ഗ്രൂപ്പിനകത്തുണ്ട്. അത്തരത്തിലൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് സംസാരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ആർമിക്കാരാണ്. ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ ആർമി പേജുകൾ കാണും. അതായത് അന്ധമായിട്ട് ഓരോരുത്തരെ ആരാധിച്ച് അതാണ് ഒരു ജീവിതം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കുറേ പരമവിഡ്ഢികൾ, ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. കാര്യം ആരാധനയൊക്കെ നമുക്ക് നല്ലതാണ്, പക്ഷെ നമ്മൾ അന്ധമായിട്ട് ഒരു മനുഷ്യരെ ആരാധിക്കരുത്. ഈ ഒരു ഗെയിം ഷോ കഴിഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോകും. അപ്പം നീയൊക്കെ എന്ത് ചെയ്യും? സോ കഴിവതും ആവശ്യമില്ലാത്ത ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാനാണ് നോക്കേണ്ടത്. ഇവിടെ അനുമോളുടെ ഫ്യൂച്ചർ വെച്ചിട്ട് കളിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരുടെ ഫാമിലി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ അനുമോളുടെ ഫാമിലിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അകത്താരും ശ്രമിക്കുന്നില്ല. എല്ലാവരും അവരെ ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. ഒക്കെ ഒബ്വിയസ്ലി ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിലും ക്ലാഷസ് ഉണ്ടാകുന്നെങ്കിലും അവരെല്ലാവരും നല്ല സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. പുറത്തുള്ളവരാണ് ആർമിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ഇത് കാണിക്കുന്നതെല്ലാം പുറത്ത് നിൽക്കുന്നവരാണ്. അത് സത്യമാണ്. കാര്യം കണ്ടസ്റ്റൻസ് തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും കാണത്തില്ല. പക്ഷേ പുറത്തുള്ള ആർമിക്കാരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ കുത്തിക്കഴപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും കാണിക്കും. പക്ഷേ ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഫാമിലി ആൾക്കാരെങ്കിലും ഇതിനകത്ത് പെടും. കാര്യം ഇപ്പം എക്സാമ്പിൾ അനീഷിൻ്റെ സഹോദരൻ്റെ ഒരു കേസ്. അനീഷിൻ്റെ സഹോദരൻ ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. പക്ഷേ എന്നാൽ പോലും പുള്ളിക്കാരൻ ആ ഒരു ആർമി പേജിനകത്തും ഗ്രൂപ്പിനകത്തും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ പേരുകളോ വന്നു കഴിഞ്ഞാൽ ആ പുള്ളിയുടെയും കൂടെ തലയിലോട്ടായിരിക്കും വരുന്നത്. സോ കഴിവതും ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇതുപോലത്തെയുള്ള ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഫാമിലിയൊക്കെ ചെന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ കഴിവതും എക്സിറ്റ് ആയിട്ട് പൊക്കോ, അതായിരിക്കും ഏറ്റവും വൃത്തി. അവർ തമ്മിൽ അവിടെ അനീഷായാലും അനുവൊക്കെ ഭയങ്കര ക്ലോസാണ്, ഭയങ്കര കാര്യമാണ് അങ്ങോട്ട്. അത് തന്നെ നമ്മൾ പറയുന്നത് ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതായത് അനുവിനെ കോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി. ഫാൻസുകാർ തന്നെയാണ്, അവരുടെ ആർമിക്കാരാണ് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ്. അവർക്ക് ഒഫീഷ്യൽ ഒരു പേജുണ്ടല്ലോ, അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേജിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത്. ചാറ്റ് ഉൾപ്പെടെ നമുക്ക് അനീഷിൻ്റെ സഹോദരൻ ഉൾപ്പെടെ അഡ്മിനായിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് ഇമ്മാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നതെന്ന്. ഇവരുടെ കയ്യിൽ ചാറ്റും വോയിസ് ക്ലിപ്പുകളും എല്ലാം ഉണ്ട് എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം തോന്നിവാസമാണ്. ഇതൊരു ഗെയിം ഷോ ആണ്. കാര്യം അവിടെ ആര് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നോ അവർ ജയിക്കും. അല്ലാതെ ചുമ്മാ നീയൊക്കെ പുറത്ത് കിടന്ന് തമ്മിൽ തല്ലുണ്ടാക്കിയിട്ട് ഇവിടെ ഒന്നും നേടാനില്ല. പിന്നെ ഇവിടെ 2-3 യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കുറച്ച് യൂട്യൂബേഴ്സിനെയും കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നു എടുക്കുന്നതെന്നൊക്കെ. ഈ അനുമോളെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട്, ആർമി ഗ്രൂപ്പ്, ഫാൻസ് ഗ്രൂപ്പും ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത്? അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ്. പബ്ലിക്കായിട്ട് ഇടുന്നു, ഒരുപാട് പേര് കയറുന്നു. ഇതിന് കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ്, യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, പബ്ലിക്കാക്കിയിട്ടിരിക്കുവാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. മറ്റും മത്സരാർത്ഥികളെ കുറിച്ച് ഡിഗ്രേഡ് സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊരു അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക, അതായത് മറ്റുള്ള മത്സരാർത്ഥികളെ കുറിച്ച് ഡിഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബ്. ശരിക്കും ഇതിനകത്ത് ഈ വോട്ട് മറിക്കുന്ന ഒരു കേസ് വളരെ സത്യമാണ്. കാര്യം കഴിഞ്ഞ സീസണുകളിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പല ഉടായ്പകളും കാണിക്കും. ഫോർ എക്സാമ്പിൾ സാബുമോൻ്റെ ഒരു കേസ്. സാബുമാൻ അവിടെ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. പക്ഷേ സാബുമാന് മാക്സിമം വോട്ട് കയറ്റിയിട്ട് ബാക്കിയുള്ളവരെ നൈസായിട്ട് പുറത്താക്കാനുള്ള പരിപാടി. അത് ഈ കുറച്ച് PR വർക്കുകളും ആർമി പേജുകളും ഒക്കെ ചെയ്യുന്നൊരു പരിപാടികളാണ്. ശരിക്കും പറഞ്ഞാൽ സാബുമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അതിനകത്ത് നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല. പുള്ളിക്കാരൻ വളരെ നല്ലൊരു മനുഷ്യനായിരിക്കാം. പക്ഷേ സാബുമാൻ എന്ന് പറയുന്നൊരു വ്യക്തി അതിനകത്ത് എന്താണ് ശരിക്കും കാണിക്കുന്നത്? ഒരു തേങ്ങയും കാണിക്കുന്നില്ല. സോ അത്തരത്തിലൊക്കെയുള്ള കണ്ടസ്റ്റൻസിനൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം പുറത്താക്കേണ്ടത്. സോ എന്തായാലും ബാക്കിയും കൂടെ പറയുന്നത് കേൾക്കാം. അവരെന്ത് ചെയ്യും?
ഇതിനെടുത്ത് അനുവിനെ ഡീഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പം നടക്കുന്നത്. നമ്മളിൽ പേഴ്സണലി മെസ്സേജസ് വരുന്നുണ്ട്, ഭയങ്കര റോങ് സെൻസിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ അതിൽ കംപ്ലൈൻറ്റും ചെയ്തിട്ടുണ്ട്. ഇവൻ ആൾക്കും വരുന്നുണ്ട്, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറേ വൃത്തിയുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഒരു പ്രശ്നമില്ല. അനീഷ് ആർമി ചെയ്യുന്ന എന്തിനാണ്? അനുവിനെക്കാട്ടിലും അനീഷിന് ഓട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. നമുക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് നമുക്ക് ഒട്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കൽ നമ്മുടെ അനുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു. അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഇടയ്ക്ക് 2 ദിവസം മുന്നേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ അനുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ കാണിച്ചത് അങ്ങേയറ്റം ചെറ്റത്തരമാണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂ ഓൾറെഡി എല്ലാവർക്കും അറിയാം. അപ്പം മനഃപൂർവ്വം അനുവിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജീവൻ എന്ന് പറയുന്ന ആ ഒരു പയ്യനെ അതിനകത്ത് കയറ്റിയത്. അത് നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ അനുവിനെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയത്തില്ല. എക്സാമ്പിൾ കുറേ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തി നിലവിൽ ബിഗ് ബോസിൽ എന്തുമാത്രം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, അതല്ലേ നമ്മളിവിടെ നോക്കേണ്ടത്. കാര്യം ആ ഒരു ഗെയിം ഷോയുടെ രീതി അനുസരിച്ച് അങ്ങനെയാണ്. അനുവിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം പല രീതിയിൽ. ഇപ്പം എക്സാമ്പിൾ ഒരു സദാചാരത്തിൻ്റെ പരിപാടികൾ കാണിക്കുന്നത് അത് അനുവിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും പുള്ളിക്കാരത്തി ഇവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അനുവിന് അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട്. ഈ അനുവിന് പി ആർ വർക്ക് എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് അതിനകത്തോട്ട് വലിയ വിശ്വാസമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിലുള്ള സമയത്തെ അനുവിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട് അല്ലേ. അപ്പം പിന്നെ ഇപ്പം ബിഗ് ബോസിലും കൂടെ പോകുമ്പോഴത്തേക്ക് പറയണ്ട, കുറച്ചും കൂടിയൊക്കെ ഫാൻസ് വരും. അല്ലാതെ അത് പിന്നെ പി ആർ വർക്ക് എന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല അർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അനുവിനെ സംബന്ധിച്ച് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല. പണ്ട് അനുമോളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പാണ്. അപ്പോൾ ബിഗ് ബോസ് കയറിയിട്ടും ഇത്രയും വ്യൂവർഷിപ്പും അല്ലെങ്കിൽ ഇത്രയും ആരാധകരൊക്കെ വരുവാന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയ അതിശയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കും. അവർക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് വെച്ച് കളിക്കാൻ പറ്റില്ല. എല്ലാവരും ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെ അതിനകത്ത് പോയത്. ഇത് നമുക്കിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റയായാലും ഇത് ആരാ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത്? വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഇടത്തില്ല ഇല്ലേ. ഒരാൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ വെറുതെ ചെയ്യുമോ? ഇല്ല. ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ്സ് എല്ലാം ചെയ്ത് എല്ലാവരും പോയി കഴിയുമ്പോൾ അനുവിന്റെ ആൾക്കാരാണ്, പി ആർ ആണ്, അവരെന്ത് ചെയ്യാനാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അനുവിന്റെ പി ആർ ആണ് അവര് പോകാൻ കാരണം. ജിഷിൻ പോകാൻ ജയിക്കേണ്ട ആൾക്കാരാണെങ്കിൽ എന്നും ജയിക്കും. അതിനിപ്പം എത്ര പി ആർ വർക്കെന്നോ അല്ലെങ്കിൽ എത്ര ആർമിക്കാർ ശ്രമിച്ചെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജനങ്ങളുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾ ജയിച്ചിരിക്കും. അതുകൊണ്ട് ഇത്രയും വറീഡ് ആവേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അത്രയും മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക. ഓൾറെഡി കേസ് കൊടുത്തെന്ന് പറയുന്നത് പോലീസ് കേസ് ആയെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന അങ്ങനെ പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ ഈ അനീഷിൻ്റെ സഹോദരനെ ഉൾപ്പെടെ പോലീസുകാർ ചോദ്യം ചെയ്യും. ആ രീതിയിലോട്ടായിരിക്കും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് ഓരോ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒന്നും തന്നെ അവിടെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളെല്ലാം ഗ്രൂപ്പ് കോമൺ ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. വോട്ട് മറിക്കുന്നത് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അനുവിന്റെ ഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ്. ആർക്ക് വേണം നിങ്ങളും കാണും, അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് കാണും. എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സിലും അതിനകത്തുണ്ട്. ഇവരെന്ത് ചെയ്യും? വന്ന് ചാറ്റ് നടത്തും. ഇന്ന ആൾക്ക് ഇന്ന വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടത്തിയിട്ട് ഇതിന്റെ വോയിസ് ക്ലിപ്പും ചാറ്റ് ഉൾപ്പെടെ യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവരെന്തോ വിചാരിക്കും? നമ്മളാണ് ചാറ്റ് നടത്തിയത്. മനസ്സിലായോ? ഇതിൽ പുറത്ത് പോയി അനുവിന്റെ ആൾക്കാരിൻ്റെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചിട്ട് അനുവിനെ ഡീഗ്രേഡ് ചെയ്യും. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. നമുക്കിതിൽ ഒരു പങ്കുമില്ല. ഇത്ര ബോധമില്ലാത്ത യൂട്യൂബേഴ്സ് ഉണ്ടോ? എത്ര നാൾ തൊട്ട് ബിഗ് ബോസിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ. ബിഗ് ബോസിൻ്റെ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പുകളിൽ ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ വരും. ആ വോയിസുകൾ വളരെ മോശമായിട്ട് തോന്നുമ്പോഴത്തേക്കാണ് അതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ യൂട്യൂബേഴ്സിനെയൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയണതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം അതിൻ്റെ കാര്യമില്ല. കാര്യം മനസ്സിലാക്കാന്നേ ഉള്ളൂ ഇതൊക്കെ. കാര്യം ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം യൂഷ്വലാണ്, ഇതെല്ലാം സർവ്വസാധാരണയാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ അതിശയമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ആർമിക്കാരാണ് ഈ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം കൊണ്ട് തുളയ്ക്കുന്നത്. കാര്യം അന്ധമായിട്ട് ഓരോ മനുഷ്യരെ എടുത്ത് വെച്ച് തലയിൽ വെക്കും. ഈ ഒരു ഷോ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി പോകും. പിന്നെ ഇവന്മാരെ ഒന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. ശരിക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ ടൈമും എഫേർട്ടും ഒക്കെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് കൊടുക്കുന്നത് വെറുതെയാണ്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഒരു കണ്ടസ്റ്റൻസിനും നിങ്ങളോട് പേഴ്സണലി യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും കാണത്തില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുവാണ്. അഡ്മിനും ഒരാളെ ഡീഗ്രേഡ് ചെയ്യരുതെന്നും
ചെയ്യണ, അതായത് ഒരു അഡ്മിനെ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനകത്ത് കൊണ്ടുവരണം നോക്കുന്നത്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. കാരണം നമ്മുടെ ഗ്രൂപ്പ് എല്ലാം എന്തോന്നാണ് ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്നത്, ആർക്ക് വേണം ഓപ്പൺ ഗ്രൂപ്പ് അല്ലേ, അപ്പൊ ആർക്ക് വേണമെങ്കിലും അതിൽ കയറാം. നമുക്കൊന്നും പറയാം ശ്രദ്ധിക്കാൻ പറ്റും, അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിഗ്രേഡ് ചെയ്യാണ്. തൊട്ട് നമുക്ക് കൊച്ചിൻ്റെ ലൈഫ് വെച്ചാണ് അവർ കളിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. എന്തായാലും അനീഷിൻ്റെ ആർമി പേജ് ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, വായിച്ചു തരാം. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി പറയാം, ഞങ്ങളുടെ അനീഷിൻ്റെ ആരാധക സംഘം അനീഷിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിലകൊള്ളുന്നു. ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല. അനീഷിൻ്റെ സഹോദരനെ അനാവശ്യമായി ഇതിലേക്ക് കൊണ്ടുവരുന്നത് തികച്ചും അന്യായവും അപ്രസക്തവുമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുന്നത് അനാവശ്യമായ നാടകം സൃഷ്ടിക്കുകയേ ഉള്ളൂ. അനുമോളെയോ അവരുടെ കുടുംബത്തെയോ കുറിച്ച് ഞങ്ങൾ നിഷേധാർത്ഥമായി പെരുമാറുന്നില്ല. അടിസ്ഥാനരഹിതമായ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നിരാശാജനകമാണ്. വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിരപരാധികളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിർത്തുകയും ചെയ്യാം. വോട്ടിന് വേണ്ടി കുടുംബങ്ങളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വിടാം എന്ന് ആരും കരുതണ്ട. അനീഷ് ആർമി എന്ന പേരിൽ അനീഷിനെ കുറ്റപ്പെടുത്താൻ വരെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചിലർ ശ്രമിക്കുന്നു. വളരെ ദയനീയമായ കാര്യങ്ങൾ ആണ് ഇതൊക്കെ എന്ന് തന്നെ പറയാം. ഓക്കെ, എന്തായാലും ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല എന്നൊക്കെയാണ് പറയണത്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് അനീഷിൻ്റെ സഹോദരനെ ഈ ഒരു വിഷയത്തിൽ അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്തിടുന്നു എന്നും പറയുന്നുണ്ട്. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ വഴി കേൾക്കേണ്ടി വരും. കഴിവതും ഇമാതിരി ആർമി പേജിൽ നിന്നൊക്കെ അങ്ങ് പുറത്തിറങ്ങുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പെടലിക്ക് ഇരിക്കുന്നതല്ല. എന്തായാലും ഇതൊക്കെയാണ് സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.